പരമദയാലുവും കരുണാമയനുമായ സർവേശ്വരൻ്റെ കരുണാ കടാക്ഷങ്ങൾ നമ്മിലേവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഗമം ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് സഹർഷം എല്ലാവർക്കും സ്വാഗതം. Welcome to all for the inauguration of the headquarters of Sangamam. It was inaugurated by a few minutes ago. The former Finance Minister Sunil Lal Bahadur Shastri with the President of Suhulat Microfinance Delhi, Mr. Arif Ali. നമുക്കറിയാം, സാധാരണക്കാരായ ആളുകൾക്ക് ബാങ്കിംഗ് സംവിധാനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് യാതൊരു സാധ്യതയുമില്ലാതെ നിഷ്കാസിതരായ സന്ദർഭത്തിലാണ് മൈക്രോ ഫിനാൻസ് സൂക്ഷ്മ തല സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഈ മൈക്രോ ഫിനാൻസിൻ്റെയും സഹകരണ മേഖലയുടെയും അതോടൊപ്പം പലിശ ഇല്ലായ്മയുടെയും ഈ മൂന്ന് തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് കോപ്പറേറ്റീവ് സെക്ടറിൽ സംഗമം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി 2012 രജിസ്ട്രേഷൻ ലഭിക്കുകയും 2013 അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. 2010 കാലഘട്ടത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മേഖലയിൽ കേരളത്തിൻ്റെ മണ്ണ് വളരെ പ്രൗഢഗംഭീരമായി വളർന്നു വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു വർഷത്തെ നിരന്തരമായ ശ്രമം കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിൽ നിതാന്തമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടി ഷെയർസൊക്കെ കളക്ട് ചെയ്തു. ജോയിന്റ് ഡയറക്ടറുടെ അടുത്ത് അതിൻ്റെ ബയലോ എത്തിയപ്പോൾ ഇത് ചൂഷണമുക്ത പലിശരഹിത സംവിധാനമായതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇത് കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നതിനാൽ ഞങ്ങളുടെ ശ്രമം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചില്ല. 2012 ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 2002 ആക്ട് പ്രകാരം, മൾട്ടി സ്റ്റേറ്റ് ആക്ട് പ്രകാരം അന്ന് കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള രജിസ്ട്രാറെ ഞങ്ങൾ സമീപിക്കുകയും ശ്രമം വിജയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികമായി ജനങ്ങളെ സേവിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് കോപ്പറേറ്റീവ് മേഖല. കോപ്പറേറ്റീവ് മേഖലയുടെ സഹകരണവും അതോടൊപ്പം മൈക്രോ ഫിനാൻസും 10 ലക്ഷത്തിൽ താഴെയുള്ള ലോണുകൾ കൊടുക്കുന്ന സാധാരണക്കാരെ ആയ ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തുടങ്ങിയ ഈ സംവിധാനം ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ 11 കോടി ഷെയറിലും 140ഓളം കോടി ഡെപ്പോസിറ്റിലും 125 കോടി രൂപയുടെ ലോൺ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ള അഭിമാനകരമായ വർത്തമാനം എൻ്റെ സഹോദരന്മാരെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല, ഇതിപ്പോൾ ഒരു സൊസൈറ്റിയുള്ളൂ കേരളത്തിൽ ആകെ പലിശരഹിതമായിട്ട് നിർവഹിക്കാൻ പറ്റുന്ന ഓൺലി വൺ സൊസൈറ്റി. ഇതുപോലെയുള്ള ഒരു 5-8 ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ കോപ്പറേറ്റീവ് മേഖലയിൽ ഇതുപോലെയുള്ള ഒരു 10-15 സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന, പാവപ്പെട്ട സ്ത്രീജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും
എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പലിശരഹിതമായിട്ടൊരു ബദൽ സാമ്പത്തിക വ്യവസ്ഥക്കുള്ള ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഈ സംരംഭത്തിൻ്റെ ഈ ആസ്ഥാന മന്ദിരം ഇതിൻ്റെ തന്നെ പണം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ 2012 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. 2013 മുതൽ ഷെയർസിന്റെ ഉടമകൾക്ക് കൊടുക്കേണ്ടുന്ന അവരുടെ ഡിവിഡൻഡ് 5-6 വർഷമായപ്പോൾ ചെറിയ സംഖ്യ ഉണ്ടാവുള്ളൂ. ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. 2 ഷെയർ എടുത്താൽ ഏറ്റവും ചുരുങ്ങിയത് 2 ഷെയർ എടുത്താൽ ഒരാൾക്ക് അംഗമാകാം. അങ്ങനെ ഉണ്ടായിട്ടുള്ള 45,000 അംഗങ്ങളാണ് ഇപ്പോൾ ഇതുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ 2017 വരെയുള്ള അവരുടെ ഡിവിഡൻഡുകൾ കണക്ക് കൂട്ടിയപ്പോൾ അതൊരു 40 ലക്ഷം രൂപയിൽ എത്തി നിൽക്കുകയാണ്. ചെറിയ പൈസ ആളുകൾക്ക് കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ട്. 45,000 ആളുകൾക്ക് എങ്ങനെയാണ് 2 റുപ്യ 3 റുപ്യ വെച്ചതൊക്കെ കൊടുക്കുന്നത്? അങ്ങനെ ആലോചിച്ചതിന്റെ ഫലമായിട്ട് നമ്മുടെ AGM എന്ന് പറയുന്നത് 45,000 ആളുകൾ ഒരുമിച്ച് കൂടുകയില്ല. 100 ആളുകൾക്ക് ഒരാൾ വീതം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി, അപ്പൊ 450 ആളുകളുണ്ടാവും. ഈ ആളുകൾ ചേർന്നുകൊണ്ട് 2023 എന്നാണ് എൻ്റെ ഓർമ്മ, ഇത് നമ്മുടെ ഡെപ്പോസിറ്റ് ഇങ്ങനെയുള്ള ലാഭം ബിൽഡിംഗ് ഫണ്ടിലേക്ക് മാറ്റാം എന്ന് അന്നത്തെ AGM തീരുമാനിച്ചത്. ആ 40 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഗുണകാംക്ഷികളായിട്ടുള്ള ആളുകളുടെ നിശ്ചയമായ സഹകരണവും വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ സ്ഥലം ഇവിടെ വാങ്ങി 3 സെന്റ് 70 ലക്ഷത്തോളം രൂപ സംഗമത്തിന്റെ തന്നെ ഷെയറിൽ നിന്നും മുടക്കിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു സൗധം ഇവിടെ ഉയർന്നിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ ഡെപ്പോസിറ്റും ഷെയറും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വികസിതമായ രൂപത്തിൽ ഉയർത്തിത്തരണമേ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ മുഖ്യ ചുമതലയായിട്ടുള്ള സ്വാഗത പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ചു, നാട മുറിച്ചുകൊണ്ട് അങ്ങനെ നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം. മുൻ UP വ്യവസായ മന്ത്രിയും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ മന്ത്രിയുമായിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ സുനിൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത്. പരിചയപ്പെടുത്താതെ എന്നെ അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ സർവോന്നത സ്ഥാനത്തുണ്ടായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ശ്രീമന്തപുത്രനാണ് അദ്ദേഹം. യുപിയിൽ ഒരുപടി വർഷം മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം MP ആയും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് UPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഞങ്ങൾക്ക് കിട്ടിയതിൽ സൗഭാഗ്യം രേഖപ്പെടുത്തുകയാണ്. I cordially invite Mr. Sunil Shastri in this function. I welcome him heartfully. Okay. And the other dignitary is Mr. Subhash Gupta. He is the advisor of NAFCUB. ഈ കൺസോർഷ്യം ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുള്ള കൺസോർഷ്യമായിട്ടുള്ള നാഫ്കബിന്റെ ഉപദേശകനാണ് അദ്ദേഹം. I cordially invite you to present this August gathering and your speech also, and some others. മുഖ്യ പ്രഭാഷണം ഇവിടെ നിർവഹിക്കുന്നത് നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ T. ആരിഫ് അലി സാഹിബ് അവറുകളാണ്. പരിചയപ്പെടുത്താതെ, ഈ സദസ്സിനെ പരിചയപ്പെടുത്താതെ അദ്ദേഹത്തെ തന്നെ അറിയാം. എങ്കിലും അദ്ദേഹത്തിന് ഒരു പുതിയ കാര്യവും കൂടിയുണ്ട്, നിങ്ങൾ അധികം ആളുകൾ അറിയാത്ത. അതെന്താണെന്ന് ചോദിച്ചാൽ, സുഹൂലത്ത് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ സിദ്ദീഖ് ഹസൻ സാഹിബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സുഹൂലത്ത് മൈക്രോ ഫിനാൻസിന് ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ 18ഓളം സ്റ്റേറ്റിൽ 75ഓളം കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, 125ഓളം യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ ആയിട്ട് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു സംവിധാനത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ജനറൽ സെക്രട്ടറി, ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്, സെക്രട്ടറി ജനറൽ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ ബഹുമാനായ പി മുജീബ് സാഹിബ് കേരളത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് അസാങ്കത്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള സദയം ഇവിടെ വന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ സന്ദേശ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് നമ്മെ സമീപിക്കുന്നു. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സംഗമത്തിന്റെ വ്യത്യസ്ത പ്രോജക്റ്റുകൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. ആ പ്രോജക്റ്റുകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള MK രാഘവൻ MP, അഹമ്മദ് ദേവർകോവിൽ, അഡ്വക്കേറ്റ് T സിദ്ദീഖ്, O സദാശിവൻ, മില്ലി മോഹൻ, PTP സാജിദ, ഉസാമ ഖാൻ, ഈ വലിയ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ സംഗമത്തിന്റെ ഹൃദയപൂർവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി. ജയ് സംഗമം ഭവൻ.